ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രോഗ്രാംസിൻ്റെ പാസിംഗ് മാർക്കിനെ കുറിച്ചാണ്. ഇഗ്നോയിൽ ഒട്ടനവധി പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും എല്ലാ പ്രോഗ്രാംസിൻ്റെയും പാസിംഗ് മാർക്ക് ഒരേപോലെയല്ല. ഡിപ്ലോമ, UG, PG അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലാണ് പാസിംഗ് മാർക്ക് വരുന്നത്. അതേപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിൻ്റെയും പ്രാക്ടിക്കൽ മാർക്ക്, തിയറി മാർക്ക്, അസൈൻമെൻറ്റ് മാർക്ക് ഇതൊക്കെ വ്യത്യാസമായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. പാസിംഗ് മാർക്ക് എപ്പോഴും ഡിപ്പെൻഡ്സ് ആ ഒരു കോഴ്സിനെ അനുസരിച്ചാണ്. ചില പ്രോഗ്രാംസിൽ 100 ഔട്ട് ഓഫ് 40, 30, 35 ഇങ്ങനെയൊക്കെ പാസിംഗ് മാർക്ക് ഉണ്ടാവാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബാച്ചിലേഴ്സ് ഓഫ് ഡിഗ്രീനെ കുറിച്ച് പറയാം. UG പ്രോഗ്രാമിനെ കുറിച്ച്. UG പ്രോഗ്രാം എന്നാൽ അറിയാമല്ലോ, BA, BCom, BSc, BBA ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ആകും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യലൈസേഷനും ഇതിൽ ഇൻക്ലൂഡ് ആകും. UGയുടെ പാസിംഗ് മാർക്കായി വരുന്നത് 35% ആണ്. 35% എന്നാൽ ഇപ്പോൾ എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് വന്നാൽ 100-ലുണ്ടാവും, 75-ലുണ്ടാവും, 50-ലുണ്ടാവും, 25-ലുണ്ടാവും. ഈ മാർക്കിൻ്റെ 35% ആണ് പാസിംഗ് മാർക്ക്. എന്നാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 100-ലാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് എക്സാമിൻ്റെ. അപ്പോൾ ഈ 100-ൻ്റെ 35% എടുക്കുക എന്ന് പറഞ്ഞാൽ 35 മാർക്കാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് 75 ആണെങ്കിൽ അതിൻ്റെ 35% എന്നാൽ 27 ആണ്. 50-ലാണ് മാർക്കെങ്കിൽ അതിൻ്റെ 35% എന്നാൽ 18 ആണ്. 25-ലാണ് എക്സാമെങ്കിൽ അതിൻ്റെ 35% 9 ആണ്. ഈ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ആ എക്സാമിന് സബ്ജക്റ്റ് പാസ്സായി എന്നാണ് അർത്ഥം. ഈ അസൈൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അസൈൻമെൻറ്റ് എപ്പോഴും 100 മാർക്കിൻ്റെ അസൈൻമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റിൽ 35% എന്നാൽ 35 മാർക്ക് കിട്ടിയാൽ മതിയാകും. UGയിലെ തന്നെ BCAയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ BCAയിൽ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ 14% മാർക്ക് വേണം. ഇത് അസൈൻമെൻറ്റ് ഇപ്പോൾ 100 മാർക്കിൻ്റെ അസൈൻമെൻറ്റ് വെക്കുകയാണെങ്കിൽ അതിൽ 40% എന്ന് വെച്ചാൽ 40 മാർക്ക്. തിയറി പേപ്പറിൽ 100-ൻ്റെ 40% എന്നാൽ 40 മാർക്ക്. ഇപ്പോൾ 50 മാർക്കിൻ്റെ തിയറി എക്സാം ആണെങ്കിൽ 50-യുടെ 40% എന്നാൽ 20 മാർക്ക്. ഈ BScയിലെ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സാണ് BSc 040 എന്നത്. ഈ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സിൽ 35% മാർക്ക് മതി. എന്ന് വെച്ചാൽ 50-ലാണ് എക്സാമെങ്കിൽ 50-ൻ്റെ 35% എന്നാൽ 18 മാർക്ക്. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു കോഴ്സാണ് FEGO2 ആൻഡ് ECO01 എന്നത്. ഇതിലും 50-ൽ 35% എന്ന മാർക്ക് മതി. BCയിൽ തന്നെ പ്രൊജക്റ്റായ BCSP 064 അതിൽ 150-ൽ 60 മാർക്ക് മതി പാസ്സാവാൻ. BCയിൽ നോർമലായി പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും 40% ആണ് പാസിംഗ് മാർക്ക്. ചില സ്പെഷ്യലൈസേഷൻ കോഴ്സസായി ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ BCS അങ്ങനത്തെ ഒക്കെ കോഴ്സസ് BAയിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് 35% ഉള്ളത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് PG പ്രോഗ്രാമായ MPS, MAG, MCom, MSOE ഇതുപോലുള്ള പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുകയാണെങ്കിൽ 100-ൻ്റെ അസൈൻമെൻറ്റിന് 40% ആണ് പാസിംഗ് മാർക്ക്. എന്ന് വെച്ചാൽ 40. തിയറി പേപ്പറിനും സെയിം 100-ൻ്റെ എക്സാം ആണെങ്കിൽ 40% എന്നാൽ 40. ഇപ്പോൾ തിയറി പേപ്പർ 50-ൻ്റെതാണെങ്കിൽ അതിൻ്റെ 40% 20. പിന്നെ നമ്മൾ പ്രൊജക്റ്റ് സബ്മിഷൻ ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രൊജക്റ്റ് സബ്മിഷൻ ചെയ്യുന്നത് 150-ൽ 60 മാർക്കാണ് പാസിംഗ് മാർക്ക്. അതേപോലെ തന്നെ PG പ്രോഗ്രാമായ MCAയുടെ കാര്യം പറയുകയാണെങ്കിൽ അസൈൻമെൻറ്റിന് 40% എന്ന് വെച്ചാൽ 100-ൽ അസൈൻമെൻറ്റ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ 40% 40 മാർക്ക്. തിയറിയിലും 40%, അതുപോലെ 40 മാർക്ക്. ഇപ്പോൾ 50-ലാണ് എക്സാം എഴുതുന്നെങ്കിൽ അതിൻ്റെ 40% 20 മാർക്ക്. പ്രൊജക്റ്റ് സബ്മിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ 150-ലാണ് മാർക്കെങ്കിൽ അതിൻ്റെ 40% 60. എന്നാൽ ഇത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാവുകയുള്ളൂ. MBAയുടെ കാര്യം പറയുകയാണെങ്കിൽ MBAയിൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. D കിട്ടിയാൽ വരെ പാസ്സാണ്. പക്ഷേ എപ്പോഴും നമ്മൾ അസൈൻമെൻറ്റ് മാർക്കും നമ്മുടെ തിയറി പേപ്പറിലെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ഫൈനൽ ഗ്രേഡിൽ വരുന്നത്. എവിടെയെങ്കിലും നമുക്ക് തിയറി പേപ്പറിൽ നമുക്കിപ്പോൾ D കിട്ടിയെന്ന് വിചാരിക്കും, അസൈൻമെൻറ്റിലും നമുക്ക് D കിട്ടിയാൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്തായാലും ഫെയിലാണ്.
അപ്പോൾ നമുക്ക് പാസ്സാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും സി വരെ കിട്ടേണ്ടതുണ്ട്. നിങ്ങൾക്കിപ്പോൾ തിയറി പേപ്പറിൽ ഡി കിട്ടി, എന്നാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൽ നിങ്ങൾക്ക് എയോ ബിയോ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും. പക്ഷേ നിങ്ങൾ അസൈൻമെൻറ്റിലും നിങ്ങൾക്ക് ഡി കിട്ടിയാൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്തായാലും ഫെയിലാണ്. എന്തായാലും ഇ കിട്ടിയാൽ പിന്നെ എന്തായാലും ഫെയിലാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് സി ആണ്. അടുത്തതായി വരുന്നത് ഡിപ്ലോമ കോഴ്സസ് ആണ്. ഡിപ്ലോമ കോഴ്സസിൽ ഇൻക്ലൂഡ് ആകുന്നത് DNH, DTS ഇതുപോലുള്ള ഒരു കോഴ്സസ് ആണ്. ഡിപ്ലോമ കോഴ്സസിന് എല്ലാത്തിനും 40% ആണ് പാസിംഗ് മാർക്ക് വരുന്നത്. 40% എന്നാൽ ആ ഒരു എക്സാമിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ 40% ആണ് അതിൻ്റെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസൈൻമെൻറ്റിലും അസൈൻമെൻറ്റിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെ 40% ആണ് പാസിംഗ് മാർക്ക് വരുന്നത്. അപ്പോൾ UGയിൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സിനും 35%, ചിലതിന് മാത്രം ഈ BCA പോലുള്ള ചിലതിന് മാത്രം 40%. അതുപോലെ തന്നെ ഈ PG ഡിപ്ലോമ കോഴ്സസിന് എല്ലാത്തിനും 40%. MBAക്ക് ഗ്രേഡിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.